നമസ്കാരം, എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിനടുത്ത് വികാസവാണിയിലാണ്. ഞാൻ വന്നിരിക്കുന്നത് 4 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന അതിമനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നത്. നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വില്ല. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ. മനോഹരമായ രീതിയിൽ തന്നെയാണ് വീടുകൾ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട വിരിച്ച റോഡാണ്, ടാറിങ് റോഡിൽ നിന്ന് വരുന്ന. അതുപോലെ തന്നെ മതിലൊക്കെ നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗേറ്റ്. നമുക്ക് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. കണ്ടോ, 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം പോളി കാർബനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫോർച്ചിൽ. ഈ സൈഡിൽ ഇതേപോലെ ഒരു 2 പേർക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വീട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നല്ല കിണർ ഒരെണ്ണമുണ്ട്, ശുദ്ധമായ വെള്ളം കിട്ടുന്ന. അതുകൂടാതെ തന്നെ വാട്ടർ കണക്ഷനുണ്ട്. ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇവിടെ ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് ആഞ്ഞിലി, മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ്. ഇത് മഹാഗണിയാണ് ഈ ഡോറ്. അപ്പോൾ 2 ഡോറാണ്, ഡബിൾ ഡോറാണ്. നേരെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത്. നല്ല സ്പേസാണ് ഈ ലിവിങ് റൂമിലുള്ളത്. ഇവിടെ സിംഗിൾ പാളിയുടെ ഓരോ പാളിയുടെ ജനലുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് 3 പാളിയുടെ ജനലാണുള്ളത്. ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്, മൾട്ടിവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ ഡൈനിങ് ഹാളാണ്. നമുക്ക് ടേബിളൊക്കെ ഇവിടെ ഇടാനുള്ള നല്ലൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുടെ ജനലാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ വാഷേരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെറയുടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിൻ്റെ. ഇവിടെയും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂമാണുള്ളത്. ആദ്യം നമ്മൾ കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. തെക്ക് കിഴക്കായിട്ടാണ് ഈ ബെഡ്റൂം ഇരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് 3 പാളിയുടെ ജനലാണുള്ളത്. അതുപോലെ തന്നെ ഓരോ പാളിയുടെ ജനൽ ഇവിടെ ഉണ്ട്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് സെറയുടെയാണ് ഇവിടെ ഈ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ടൈൽസുകളൊക്കെ നല്ല ബ്രാൻഡഡാണ്. അതെ, ഹോട്ട് വാട്ടറിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ എന്ന് പറയുന്നത് ജാഗ്വറാണ്, എല്ലാം ജാഗ്വറിൻ്റെയാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് പടിഞ്ഞാറ് തെക്കായിട്ടാണ് ഈ ബെഡ്റൂം ഇരിക്കുന്നത്. ഇവിടെ ഓരോ പാളിയുടെ ജനലുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 പാളിയുടെ ജനലാണുള്ളത്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ ബെഡ്റൂമാണിട്ടത്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ കൊടുത്തേക്കണം. നല്ല മനോഹരമായ രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് കണ്ട. ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. കിച്ചനും അത്യാവശ്യം നല്ല സ്പേസാണുള്ളത് കണ്ടോ, നല്ല സ്പേസാണുള്ളത്. ഇവിടെയും കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. ഇത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ടൈൽസാണ് ഇട്ടേക്കണത്. അതുപോലെ തന്നെ ഇവിടെ പോളികാർബൺ വെച്ചാണ് മറിച്ചിരിക്കുന്നത്. മുകളിൽ GI ഷീറ്റും സ്ക്വയർ ട്യൂബിലാണ്. ഇത്ര സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈൽസുകളൊക്കെ ഒട്ടിച്ച് നല്ല വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡോറ് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകാനായിട്ട്. ഇവിടെയും ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ അവിടെ ഒരു അലക്കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇവിടെ ഇതെല്ലാം സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടേബിളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂം കണ്ടു. ഇനി ഇവിടെയും 2 ബെഡ്റൂമാണുള്ളത്. ഇതും വലിയ ബെഡ്റൂം തന്നെയാണ്. താഴത്ത് കണ്ട അതേ സെയിം തന്നെയാണ് ഇവിടെ. 3 പാളിയുടെ ജനൽ, അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാം വലിയ ബാത്റൂമാണ് കേട്ടോ. നല്ല സ്പേസാണുള്ളത് കേട്ടോ. ഇത്രയും സ്പേസാണുള്ളത്. ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ മൊത്തം 4 ബെഡ്റൂമായി. എല്ലാം വലിയ റൂം തന്നെയാണ്. ഇവിടെ ഫ്രണ്ടിൽ 3 പാളിയുടെ ജനലാണുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ ഓരോ ജനലുകളുണ്ട്. ഇവിടെ നല്ല വലിയൊരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ റൂമിലും ഫാനൊക്കെ ഉണ്ട്. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ. എല്ലാം നല്ല സ്പേസാണ് കേട്ടോ. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ ഉണ്ടോ. ഇനി നമുക്ക് അവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് ഇത്രയും ഇതുപോലൊരു 4 ബെഡ്റൂം കൂടാതെ ഉള്ളൊരു റൂമാണിത്. ഇവിടെ നമുക്ക് വാഷ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടോ
ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇതാണ്. ഇനി നമുക്കൊരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ നമ്മളിത് കണ്ടില്ലല്ലോ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. കണ്ടോ, ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ ജനലുണ്ട്. ഇതാണ് ബാൽക്കണി. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം കണ്ടോ ടൈൽസ് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടഫും ഗ്ലാസ്സാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനുകളായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് കാക്കനാടിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. മറ്റേ വികാസവാണി എന്ന സ്ഥലത്താണ്. നമുക്ക് ഇത് മൊത്തം 4,150 ഈ സ്ഥലം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2,100 സംതിങ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് മൊത്തം 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മുകളിൽ, അതുപോലെ തന്നെ കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. അപ്പോൾ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.